ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ എവിടോട്ട് ആണ് പോകുന്നതെന്ന് വെച്ചാൽ കാശി ബിബിൻ്റെ ചോറൂണിനാണ് പോകുന്നത്. ക്യാബ് ബുക്ക് ചെയ്ത് പോകുന്നതെന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമയം 8 മണി എന്നുള്ള സമയത്ത് ഞങ്ങൾ വീട്ടിൽ 8 മണിക്ക് നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേഗം കിട്ടിയ ഓട്ടോയാണോ കാറാണോ എന്നൊന്നും നോക്കിയില്ല, വേഗം തന്നെ അമ്പലത്തിലോട്ടെത്തി. അപ്പോൾ അതാണ് നിങ്ങൾ ആ സ്റ്റാർട്ടിങ് കണ്ട പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ വ്ളോഗ് സ്റ്റാർട്ടിങ് ഇൻട്രോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് രാവിലെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി 8 മണി എന്നുള്ളത് ഞാൻ ലേറ്റായിട്ടാണല്ലോ പോയത്. അത് കാരണം 8:15 ആയിട്ടുണ്ടായിരുന്നു. സോ 8:30 വരെ തിരുമേനിക്ക് പൂജ ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ 15 മിനിറ്റ്സ് ടൈം കൊണ്ട് കുറേ ഫോട്ടോസ് എടുത്തു, ആവശ്യത്തിലേറെ ഫോട്ടോസൊക്കെ എടുത്ത്. അത് കഴിഞ്ഞിട്ടാണ് ചോറൂണ് ഉണ്ടായിരുന്നത്. അത് വളരെ നന്നായി. കാരണം ചോറൂണ് കഴിഞ്ഞിട്ട് അവൻ്റെ കൂടെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. കഴിക്കുന്ന സമയത്തൊന്നും കരഞ്ഞിട്ടില്ല ആൾ, അത് കഴിഞ്ഞിട്ടാണ് കരഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കൂടെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റത്തുണ്ടായിരുന്നില്ല. അതിനു മുന്നേ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ ചോറൂണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഇരുന്നു. പിന്നെ ഉള്ളതാണ് കാശി. ഭയങ്കര സൈലൻ്റായിരുന്നു. അവൻ കൊടുത്തതെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരും ഞങ്ങൾ റിലേറ്റീവ്സ് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൊടുത്തത് അവൻ കഴിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. വലിയ കരച്ചിലോ കരച്ചിലും വാശിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.
പിന്നെ കുട്ടീന് തുലാഭാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ശർക്കര കൊണ്ടിട്ടാണ് തുലാഭാരം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചോറൂണ് വളരെ സിമ്പിൾ പരിപാടിയാണല്ലോ. അപ്പോൾ പക്ഷേ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിലും കരയുമോ ഇല്ലയോ അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പം ഭയങ്കര ഡിഫറെൻറ്റ് ഫീലാണല്ലോ. ഈ പേരൻറ്ഹുഡ് തന്നെ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇനിയും ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ മൈൽ സ്റ്റോണും അവൻ എത്തുമ്പോഴും അതിൻ്റെയൊക്കെ. സോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ ചോറൂണ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനതെല്ലാം ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.